Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Okay, continue our class. Take your textbook. All of you take your textbook. Part check chapter is over. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ലെസൺ 7ലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറാമത്തെ പാഠത്തിൽ എന്തെങ്കിലും മനസ്സിലാവായിക്കുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. റിച്ചാർഡ് Miss, dictation ഇട്ടിട്ടാ. ഡിറ്റേഷൻ ഇട്ടില്ല അല്ലേ? ഓക്കെ. Then take your notebook. Hindi notebook or moral science notebook. All of you type your present chat box. Are you ready for the class test? Yes, okay. Then first question is ശബ്ദാർത്ഥാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ശബ്ദാർത്ഥ വേർഡ് മീനിങ് എഴുതാനാണ്. മുരളി 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 എന്നുള്ളതിന്റെ മീനിങ് എഴുതിയാൽ മതി. ഇംഗ്ലീഷ് മീനിങ് എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ശബ്ദാർത്ഥ്. അതിൽ ഫസ്റ്റ് വൺ മുരളി. റൈറ്റ് ഇംഗ്ലീഷ് വേർഡ്. അംഗ്രേജി ശബ്ദ ലിഖോ എന്ന് പറയും. മുരളി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആരാം. ആരാം ആരാം. ഇത് ആരാം എന്ന് പറഞ്ഞാല് ആ ഇംഗ്ലീഷ് വേർഡ് അവിടെ എഴുതുക. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല. ആരാം. എന്താ നാസാന്നറിയാം ചോദിച്ചിരിക്കുന്നേ? എവിടെ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നാസ കാണാൻ പറ്റുന്നില്ല എനിക്ക്. എവിടെയാണ് നാസ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നാസ. പോയോ? റേഞ്ച് ഇല്ലാതെ പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. നാസ പ്ലീസ് അൺമ്യൂട്ട്. എന്താണ്? മിസ്സേ, ഒന്നും കൂടി പറയോ ഫസ്റ്റ് മുതലേ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശബ്ദാർത്ഥാണ് പറഞ്ഞത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കരുത്. പറയുമ്പോൾ തന്നെ എഴുതാം. നല്ല സമയം തരുന്നുണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുരളി. മുരളി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് ആരാം. ആരാം. നോക്കി എഴുതുന്ന കള്ളന്മാരെ ഞാൻ കണ്ടുപിടിക്കുവേ. Are you finished? Okay.
നെക്സ്റ്റ് ഡിക്റ്റേഷൻ വേർഡ്സ് ആണ്. മാധവ്, മാധവ്. ഡിക്റ്റേഷൻ വേർഡ്സ് പഠിക്കാൻ പറഞ്ഞില്ലേ? മാധവ്. ഏതൊക്കെ അക്ഷരങ്ങൾ വേണം? മാ എഴുതണം, ഹാ എഴുതണം, വാ എഴുതണം. അപ്പോഴാണ് മാധവ് എന്നുള്ള വാക്ക് വരിക. Next word is kush. Kush. Shabara, are you right? എവിടെ കിടക്കുന്നേ? Where is your notebook? Okay, okay. Then write fast. Dictation words le first word Madhav, second word is എന്താ പറഞ്ഞേ? Kush, അല്ലേ? Kush. Third word is Thun. Thun. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് മാധവ്, സെക്കൻഡ് വേർഡ് കുശ്, തേർഡ് വേർഡ് ഈസ് തുൻ. ഓക്കെ. നെക്സ്റ്റ് ഏക് ശബ്ദമേ ഉത്തർ ലിഖോ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. അതിലെ ആ ആൻസർ മാത്രം എഴുതിയാൽ മതി. മാധവ് ക്യാ ബജാ രഹാ ഥാ. മാധവ് ക്യാ ബജാ രഹാ ഥാ. Jovin, Joel, where are you looking? Write fast. ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. ബോർഡിൽ എഴുതിരുന്നുണ്ടോ അമ്മ ഇവിടുന്ന്? നോക്കി എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ നോക്കി എഴുതിയിട്ട് എന്ത് കാര്യം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? മാധവ് ക്യാ ബജാ രഹാ ഥാ. മാധവ് എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് മുരളി की धुन कैसी लगती है? मुरली की धुन कैसी लगती है? ഇർഷാദ്, റസീൻ, യൂസഫ്, അദീന, ഫിയോണ. വീഡിയോ ഓൺ ചെയ്യ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മുരളി की धुन कैसी लगती है. ഓടക്കുഴലിന്റെ നാദം എങ്ങനെയുള്ളതായിരുന്നു? ഇർഷാദിനൊക്കെ ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല? എഴുതി നോക്കാറുന്നില്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. മുരളി की धुन सुनकर क्या मिट जाती है? मुरली की धुन सुनकर क्या मिट जाती है? ഓടക്കുഴലിന്റെ നാദം കേട്ടിട്ട്
എന്താണ് അപ്രത്യക്ഷമാകുന്ന പറയുന്നേ? ആ വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. Our class test is over. Then write fast. അപ്പൊ നിങ്ങൾക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 2 ശബ്ദാർത്ഥം, 3 ഡിറ്റേഷൻ വേർഡ്സ്, 3 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാണ് തന്നിരിക്കുന്നത്. ഫുള്ളി കറക്റ്റ് ആണെങ്കിൽ 10 ഔട്ട് ഓഫ് 10 എഴുതാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ പേരൻസിനോട് പറഞ്ഞത് ചെക്ക് ചെയ്യുക. എന്താ അദീന? എന്താ ക്ലിയർ ആയില്ലല്ലോ, എന്താ പറയുന്നേ? അദീനയുടെ വോയിസ് ക്ലിയർ ഇല്ല. 5th വൺ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ആണോ? ക്വസ്റ്റ്യൻ ആൻസറിൽ ഏതാണ്? ഒന്നാമത്തത് മാധവ് ക്യാ ബജാ രഹാ താ. എന്താണ്? അല്ല മേഡം, അല്ല മേഡം, അതല്ല. ഡിറ്റേഷൻ വേർഡ്സ് അതില് മാധവ്, ഖുഷ്, തുൻ. തുന്നായിരുന്നു. തുൻ. തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂൺ. അതാണ് തുൻ. മുംതാസിം വീഡിയോ ഓൺ ചെയ്യേ. അമൻ മാധവ് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എക്സാം കഴിഞ്ഞു. then close your notebook. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ തന്നെന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ എങ്ങനെയാ മാർക്ക് ഇടുക? 3 ക്വസ്റ്റ്യൻ ആൻസറും തന്നിട്ടുണ്ട്. ഫുള്ള് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 10 മാർക്ക് ഇടുക. കുഴപ്പമില്ല, അല്ലെങ്കിൽ 11 മാർക്കായാലും കുഴപ്പമില്ല. ഫുള്ള് കറക്റ്റ് ആണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നോക്കി പഠിക്കാം. ഇപ്പൊ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ പഠിച്ച പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് വീണ്ടും എഴുതി പഠിക്കണം. ഓക്കെ? അപ്പൊ എന്തിനാ ഇതിന്റെ ക്ലാസ് ടെസ്റ്റ് ഇട്ടേ? നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. സമയം കളയാനാണോ ഇട്ടേ? അല്ല. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ പറയാം അമ്മയോട്. എന്നിട്ട് തെറ്റിയത് നിങ്ങൾ പഠിക്കുക. ഓക്കെ? Then all of you take your textbook. നമുക്ക് അടുത്ത ലെസൺ ഒന്ന് പരിചയപ്പെടാം. പാട് 7. 7 എന്താ പറയാ? 7. ഇർക്കി മാത്ര. സോറി, ഇർക്കി മാത്ര. എന്താണ്? ഇർക്കി മാത്ര. ഇറിന്റെ ചിഹ്നമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആ മുതല് ഇർ വരെയുള്ള മാത്രകള് ആയി അല്ലെ? അപ്പൊ ഇറിന്റെ മാത്രയും കൂടി നമുക്ക് പഠിച്ചു പോവാം. ശ്രദ്ധിച്ചിരിക്കാം. ഋഷി. ഋഷി UKG ക്ലാസ്സിന് മുതൽ നമ്മൾ പഠിക്കുന്ന അല്ലെ? ഋഷി. ഋഷി മീൻസ് സേജ്. ഇത് താഴെ കൊടുത്തിരിക്കുന്ന നോക്കിയേ. ക പ്ലസ് ഇർക്കി മാത്ര പ്ലസ് ഷ പ്ലസ് ക അല്ലെ? എന്താ? ക പ്ലസ് ഇന്ന് കൊടുക്കുമ്പോ എന്താ വായിക്കാ? കൃ അല്ലെ? ക പ്ലസ് കൃ. കൃഷക് എന്നാണ് വായിക്കുക. കൂട്ടി വായിക്കുമ്പോ കൃഷക്. കൃഷക് മീൻസ് കൃഷിക്കാരൻ. കൃഷിക്കാരനാണ്, ഫാർമർ അല്ലെ? കൃഷക്. സോറി, വ പ്ലസ് ഋക്കി മാത്ര പ്ലസ് ക്ഷ എന്താ വായിക്കാം? വൃക്ഷ.
അടുത്തത് മാ പ്ലസ് ഈ മാത്ര പ്ലസ് ഗ. എന്താണ്? മൃഗ്. മൃഗ് പറഞ്ഞ മൃഗം, ഡിയർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ്. മൃഗം എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ. ഒരു മൃഗത്തിന്റെ ഫോട്ടോ ആയിട്ട് ഡിയറിനെ കൊടുക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നൃപ്. നൃപ് എന്ന് പറഞ്ഞ എന്താണ്? നൃപ് പറഞ്ഞ ആരാണ്? കിങ്, രാജാവാണ്. അപ്പൊ കൃഷക്, വൃക്ഷ്, മൃഗ്, നൃപ്. ഈസി അല്ലേ? നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. അപ്പൊ ചിഹ്നം ഇറിന്റെ ആന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇറിന്റെ ചിഹ്നവും ഊവിന്റെ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കത് പെട്ടെന്ന് പഠിക്കാം. നമ്മൾ ഇറിന്റെ ചിഹ്നം എഴുതുമ്പോൾ നമ്മളൊരു ടിക്ക് ഇടുന്ന പോലെയെന്ന് ഓർത്താൽ മതി. ശരിയിടുന്നില്ലേ? ഇറിന്റെ ചിഹ്നം എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ താഴെ ഒരു ശരി ഇടുന്ന പോലെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഊവിന്റെ ചിഹ്നമോ അത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഇറിന്റെ ചിഹ്നം റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഊവിന്റെ ചിഹ്നം ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതുക. മിസ് കണ്ടുപിടിച്ച ക്ലൂ അത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഊവിന്റെ ചിഹ്നവും ഇറിന്റെ ചിഹ്നവും തമ്മിലുള്ള ആ ഒരു ഇത് നമുക്ക് സംശയം വരാം എങ്ങോട്ടാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ്? ഇറിന്റെ ചിഹ്നം വരുമ്പോൾ നമുക്ക് ശരി ഇടുന്ന പോലെയാന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഊവിന്റെ ചിഹ്നം എങ്ങോട്ടായിരിക്കും? നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്. അപ്പൊ അടുത്തത് പടുക്കർ സീപ്പോ. ഫസ്റ്റ് വേർഡ് കൃപ, കൃത്, കൃത്രിമ്, കൃപാൺ, മൃത, വൃഥ, ഹൃദയ്, അമൃത്, ദൃഗ്, തൃണ്, വൃഷഭ്, മൃദുൽ. ഇതൊക്കെ വാക്കുകളല്ലേ? രസമില്ലേ കേൾക്കാൻ? വൺസ് മോർ. ഇർസെ ഋഷി, കൃഷക്. എന്റെ കൂടെ വേണം വായിച്ചോ നിങ്ങള്. ഇർസെ ഋഷി, കൃഷക്, വൃക്ഷ്, മൃഗ്, നൃപ്. ഓക്കെ. കൃപ ഉടപ്പിച്ചേലാവൂലേ? കൃത്, കൃത്രിമ്. എന്താ ജോവിനും ജോയിലും ഒന്നും വായി അനക്കുന്നേ കാണുന്നില്ലല്ലോ. കൃപാൺ. ഉറക്കെ വായിച്ചേ. മൃത, വൃഥ, ഹൃദയ്, അമൃത്, ദൃഗ്, തൃണ്, വൃഷഭ്, മൃദുൽ. ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇപ്പോ നോട്ട് ബുക്കിൽ എന്താണ് രാവിലെ തന്നത്? ശ്രുതി, ശബ്ദാർത്ഥ്, ശ്രുതിലേക്ക്, അംഗ്രേജി ശബ്ദ്, 4 ഹോംവർക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഏക് ശബ്ദമേ ഉത്തലികോ. ഇത് 6ാമത്തെ പാഠഭാഗത്ത് 4 ഹോംവർക്ക് നോട്ട് ബുക്കിൽ എഴുതാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയോ? രാവിലെ കഴിഞ്ഞ ക്ലാസ് അല്ലേ? എഴുതിയോന്ന് അറിയില്ല. അപ്പൊ അത് എഴുതുക. അപ്പൊ ഈ പാഠഭാഗത്ത് ഈ വാക്കുകള് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഈ പാഠഭാഗത്തുള്ള ഈ വാക്കുകൾ കൂടെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ ലെസണില് ഞാൻ കണ്ടില്ല അത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഈ താഴത്തെ വാക്കുകൾ ഒരു പ്രാവശ്യം എഴുതാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ എഴുതി കണ്ടില്ല. ഞാൻ നോക്കുമ്പോ സൂരജ്, മൂലി, ഭാലു, ആലു ഇത്രയും മാത്രമേ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടിട്ടുള്ളൂ. അതിന്റെ താഴെ കാണുന്ന പടുക്കർ സീക്കോ ഏതൊക്കെയാണ്? അതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം എഴുതാനേ പറയാറുള്ളൂ. ഇത് ഈ വാക്കുകൾ ഓരോ പ്രാവശ്യം നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറയാറുണ്ട്. ഇതെന്താണെന്നറിയോ? ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത്, ചിലപ്പോ നമ്മുടെ ഫോണില് ഹിന്ദി കീപാഡില് ചിലപ്പോ നമുക്ക് ഈ ചിഹ്നങ്ങൾ വരില്ല. അതുകൊണ്ടാണ് മിസ്സിന് അത് എഴുതി തരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങളോട് അവിടെ കുറിച്ച് വെക്കാൻ പറയുന്നത് നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണെന്ന്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അത് എഴുതാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് വരുന്നുള്ളൂ തോന്നും. അപ്പൊ അതേപോലെ ഇവിടെ ഉണ്ടല്ലേ? ഈ വാക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവണം.
എന്തിനാന്നറിയോ, നിങ്ങൾ തേർഡ് ക്ലാസ്സിൽ എത്തുമ്പോ നിങ്ങൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തേർഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ ഈസി ആവും നിങ്ങൾക്ക്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും കുറേ അക്ഷരങ്ങളും വാക്കുകളും നമ്മൾ ബൈഹാർട്ട് ആക്കിയാണ് നമ്മൾ സെന്റൻസിലോട്ട് പോവുക അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വാക്കുകളൊക്കെ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എഴുതാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എഴുതണം. അപ്പൊ ഹിന്ദിയൊക്കെ വളരെ ഈസി ആവും. അപ്പൊ അത് ചെയ്യണം കേട്ടോ. അല്ല പഴയനിയും ഉണ്ട്, നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ടും അടുത്തതും വരുന്നുണ്ട് കുറേ വാക്കുകൾ. അപ്പൊ അതൊന്നും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെയുണ്ട്, ഇത് നിങ്ങൾ ആദ്യം പ്ലസ് ഇട്ട് എഴുതണം. അതിനുശേഷം ഈ വാക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഓക്കെ, അവിടെ സൈഡിൽ എഴുതി വെച്ചോ നോട്ട് ബുക്കിന്ന്. സമയം കിട്ടുമ്പോ എഴുതുക. ഇന്ന് തന്നെ എഴുതാമെന്നും പറയുന്നില്ല, ഇത് എഴുതേണ്ടതാണ്. താഴത്തെ നോക്കിയേ, കൃഷി, കൃഷി, ഗൃഹ്, സൃജൻ, മാതൃഭൂമി. അതിന്റെ മുകളിലൂടെ പെൻസിൽ കൊണ്ട് നിങ്ങൾ ഒന്ന് എഴുതുക. അതത്രേ ഉള്ളൂ. മിസ് വേണമെങ്കിൽ ഒന്ന് ഈ കഥ പറഞ്ഞു തരാം, വേണോ? നെക്സ്റ്റ് പേജിലുള്ള ബോറടിക്കുവാണെങ്കിൽ പേജ് നമ്പർ 34 കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങൾ എനിക്ക് ഈ കഥ പറഞ്ഞു തരുമോ? ഭൂഖ ബാലുവിന്റെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ അനൂപ്. നമ്മൾ പഠിക്കുന്ന കാര്യമൊക്കെ അവിടെ വെച്ചു. നമ്മളിപ്പോ ഇനി ഒരു കുറച്ച് കഥകളിലോട്ട് പോവാണ്. ബോറടിക്കുമല്ലേ? ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങളത് തലയിൽ കയറില്ല. ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് രാവിലത്തെ ക്ലാസ്സിലാണോ മോനെ? എവിടെ പോയി? അവന് നെഞ്ചുവേദന എന്ന് പറഞ്ഞ കുറച്ച് സമയം ക്ലാസ് അറ്റൻഡ് ചെയ്തേ, പിന്നെ നെഞ്ചുവേദന എടുക്കുന്നെന്ന് പറഞ്ഞേ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? ഹോസ്പിറ്റലിൽ പോയില്ല, മരുന്ന് കൊടുത്തായിരുന്നു. ക്ഷീണമായി പോയി. അതെയോ? അതെന്ത് പറ്റി? അറിയില്ല, ഗ്യാസ് കുടുങ്ങിയതാന്ന് തോന്നുന്നു. ആയിരിക്കും, പിന്നെ കുറഞ്ഞു. ഗ്യാസ് കുടുങ്ങിയതായിരിക്കും മിക്കവാറും. ഓക്കെ, സാരമില്ല മോനെന്നാ കഥ കേട്ടോ. ദേവർഷ പറഞ്ഞത് ഞാനിത് 2 പ്രാവശ്യമായി പറഞ്ഞു കൊടുക്കുന്നു. മുമ്പത്തെ അതായത് കഴിഞ്ഞ ആഴ്ചയും കൊടുക്കുന്ന രാവിലെയും പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ തന്നെ പറയുമ്പോ അതിന് സുഖമില്ല. ദേവർഷ ഭൂക്ക ഭാനുവിന്റെ ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ ആദ്യത്തിന്? മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഹിന്ദി വായിക്കണമെന്നില്ല. എന്താ ഫോൺ കൊണ്ട് കളിക്കുന്നേ? അൺമ്യൂട്ട് ചെയ്യേ. ആവുന്നില്ല. ഓക്കെ, എന്നാ നമുക്ക് ഏബൽ മാത്യുവിലോട്ട് പോവാം. सूरज निकलाया दा बूटा बालू ഏബൽ മോനെ, നിങ്ങൾ വായിക്കാനുള്ള പ്രാക്ടീസ് വീട്ടിൽ നിന്ന് ചെയ്തോ? ഈ കഥയൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ച മലയാളത്തില് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കണമെന്നില്ല, ആ ഒരു പിക്ചർ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആർക്ക് പറയാം? പറയുന്നുണ്ടോ? പറയുന്നുണ്ട് ഏബൽ? നോ, സമയം വേസ്റ്റ് ചെയ്യല്ലേ. റിച്ചാർഡ്, ആർ യു റെഡി? ഓക്കെ.
പൂക്ക പാലു എന്ന് പറഞ്ഞാരാ? പൂക്ക പാലു എന്ന് പറഞ്ഞാരാ? ആരാ? ബുഖാബാലോ ആരാ? ആ, വിശന്ന് മലഞ്ഞ ബിയർ. ഓക്കെ, എന്റെ ആ ഒരു ഷോർട്ട് ആയിട്ട് മോന് എന്താ കഥ മനസ്സിലായത് പറഞ്ഞു തന്നെ. ഒരു വിശന്ന് വലഞ്ഞ ഒരു കരടി രാവിലെ സൂര്യൻ ഉദിച്ചു. ബിയർ എണീറ്റു. ഓൾഡ് ബിയർ എണീറ്റു. അവൻ ഇംഗ്ലീഷ് കരടി വിശന്ന് അവൻ കരടിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നമ്മുടെ LKG-ലൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഒരു കഥ പറയുമോന്ന് ഞാൻ ചോദിച്ചത് അല്ലേ? ഒരു മത്തങ്ങ കണ്ടു. ദൂരെ ഒരു മത്തങ്ങ കണ്ടു. അത് തിന്ന് വിശപ്പടക്കി. പക്ഷെ ആ മത്തങ്ങയ്ക്ക് എന്തൊക്കെയോ കയ്പ് രസമാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റുന്നില്ല. നല്ല മധുരമുള്ള മത്തങ്ങ. എന്നിട്ട് അത് തിന്ന് വിശപ്പടക്കി. എന്നിട്ട് അത് ഡാൻസ് ചെയ്തു. പറയിച്ചു. ഇനി ആർക്കും അത് നല്ല വൃത്തിയായിട്ട് ആ കഥ പറഞ്ഞു തരാൻ പറ്റിയ? ഹാദിയ. ഓക്കെ, എന്ത് ഭംഗിയായിട്ട് ആ കഥ പറയാന്നറിയോ? പറഞ്ഞോ. രാവിലെ ബാലു ഉണർന്ന് എന്നിട്ട് ബാലുവിന് വിശപ്പ് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി. അപ്പോൾ ഒരു മത്തങ്ങ കണ്ടെന്നിട്ട് അത് ഓടിപ്പോയിട്ട് എടുത്ത് തിന്നു. അപ്പൊ അതിന് നല്ല മധുരം ഉണ്ടായി. എന്നിട്ട് തിന്നു കഴിഞ്ഞിട്ട് ബാലു ഡാൻസ് കളിച്ചു. ബാലുവിന്റെ വിശപ്പ് മാറി നല്ല ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് നല്ല ഭംഗിയായിട്ട് കഥ പറഞ്ഞു തരിക? ഐഫൂന. ഓക്കെ. വയസ്സായ ബാലുണ്ടായിരുന്നു. അടിച്ച് ബാലു എഴുന്നേറ്റു. ബാലുവിന് വിശക്കുന്നുണ്ട്. ബാലു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓടി. അങ്ങ് ദൂരെ ഒരു മത്തങ്ങ ഉണ്ട്. അത് പോയിട്ട് എടുത്ത് കഴിച്ചു. അത് നല്ല മധുരം ഉള്ളതായിരുന്നു. അത് തിന്നതിന്റെ ശേഷം ബാലുവിന് വിശപ്പടങ്ങി. അതിന് ശേഷം ബാലു ഡാൻസ് കളിച്ചു. നിങ്ങളെ പോലെ തന്നെ അല്ലേ? ഇനി ആരാണ്? ഷാബർ പറയുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ കഥ കേൾക്കാൻ? എവിടെ ഷഹബറ? നമ്മൾക്ക് ഇനി 8 മിനിറ്റ്. ഓക്കെ, കണ്ടിട്ടില്ലേ? രാവിലെ ബാലു ഉണർന്നു. എന്നിട്ട് അവന് വളരെ വിശപ്പുണ്ടായിരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എന്തിനാ ഓടിയത്? അവന് വിശന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഓടിയ വിശപ്പ് മാറുവോ? അപ്പോൾ ദൂരെ ഒരു മത്തങ്ങ കിടപ്പുണ്ടായിരുന്നു. അവൻ ഓടിച്ചേർന്ന് അതെടുത്തു. എന്നിട്ട് കഴിച്ചു. അപ്പൊ അവനക്ക് വളരെ സന്തോഷമുള്ളായിരുന്നു. അതിന് നല്ല മധുരവും ഉണ്ടായിരുന്നു. അവൻ അത് കഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ നൃത്തം ചെയ്തു. ഓക്കെ. ഇനി ആരാണ് പറയാൻ റെഡിയായത്? ജോയൽ. എവിടെ ജോയൽ? അല്ല, ബിയോണി ഉണ്ടല്ലോ.
ജോയൽ ഫസ്റ്റ്. ജോയൽ നന്നായിട്ട് കഥ പറയും കേട്ടോ. ഇല്ല, ജോബിനെ വിളിക്കുവേ. വേഗം, നമ്മുടെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു. അയ്യോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ബിയോണനെ വിളിക്കിപ്പോ. പറയുന്നുണ്ടോ? ചിരിച്ചോണ്ടിരിക്കും അവിടെ. ബിയോണ കഥ പറഞ്ഞു കൊടുത്താമെന്ന് പറഞ്ഞു. ഓക്കെ, വേഗം എല്ലാരും റെഡി ആയിരിക്കും. ഹാദി ഉണ്ട് അടുത്ത്. ജോവിനും വേഗം കണ്ടുപിടിച്ചോ കഥ. ബിയോണ അൺമ്യൂട്ട് ചെയ്യേ. അവൾക്ക് ചിരി കഴിഞ്ഞിട്ട് വേണ്ട പറയാൻ കിട്ടണ്ടേ. എന്താണ്? പ്രഭാതം പൊട്ടി വിടർന്നു. അപ്പൊ നമ്മുടെ വയസ്സനായ കരടി ഉറങ്ങി എഴുന്നേറ്റു. ഉറങ്ങി എഴുന്നേറ്റപ്പോ ഭയങ്കര വിശപ്പ് തോന്നി. പല ഭക്ഷണം ഉണ്ടോ നോക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു അല്ലേ? എന്നിട്ടോ ഓക്കെ. നിങ്ങളെ പോലെ ഒന്നല്ല, കരടി രാവിലെ ഉറങ്ങി എഴുന്നേറ്റു. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ സൂര്യൻ ഉദിച്ചു വരുന്നേ? ഇല്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. കരടിക്ക് വിശന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ ഒരു മത്തങ്ങ കണ്ടു. ആ മത്തങ്ങ എടുത്തോണ്ട് പോയി തിന്നു. ആ മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. മത്തങ്ങ നിന്നിട്ട് കരടി സന്തോഷിച്ചു. ഡാൻസ് ചെയ്യാൻ തുടങ്ങിയല്ലേ? ഓക്കെ. ഇനി ആരാണ്? ജിയ. ദേവാങ്ക് ഉണ്ടല്ലേ? ദേവാങ്ക്. ഒരു വയസ്സായ ഒരു ബാലുണ്ടായിരുന്നു. അത് വിശന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു മരത്തിന്റെ കീഴിൽ ഒരു മത്തങ്ങ കണ്ടു. എന്നിട്ട് അത് എടുത്ത് കഴിച്ചു. അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് ക്ഷീണം മാറ്റിയിട്ട് ഡാൻസ് കളിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരാണ്? ജിയ. ഉണ്ടോ? നിങ്ങൾ എല്ലാരും കഥ പറയാൻ മിടുക്കന്മാരാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ആ പഠിച്ചതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയില്ലേ കഥ കേട്ടിട്ട്? ദേവാങ്കിന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു പറഞ്ഞത്. മരത്തിന്റെ താഴെയാണ് ഒരു മത്തങ്ങയാണ് കേട്ടോ. ഒരു മരമൊക്കെ അവിടെ വന്നു. ഇനി അടുത്ത ജിയ പറയുമ്പോ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ. ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ കഥ പറയാം. എവിടെ ജിയ? റോസ്. ഓക്കെ. വയസ്സനായ കരടി ഉണ്ടായിരുന്നു. ആ കരടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അങ്ങ് ദൂരെ മത്തങ്ങ ഉണ്ടായിരുന്നു. കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ വിശപ്പ് അടക്കി സന്തോഷത്തോടെ ഡാൻസ് ഒക്കെ കളിച്ചു. ഭയങ്കര സീരിയസ് ആ ജിയ മോള്. നെക്സ്റ്റ് ആരാണ്? അടുത്തത് ഇഷിക. ഒരു വയസ്സായ കരടി ഉണ്ടായിരുന്നു. അതിന്റെ പേര് ബാലു എന്നായിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ ബാലു എണീറ്റു. ബാലുവിന് വിശപ്പടക്കാൻ കഴിഞ്ഞില്ല. ബാലു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പൊ അങ്ങ് ദൂരെ ഒരു മത്തങ്ങ ഉണ്ട്. എന്നിട്ട് ബാലു
സന്തോഷായി. അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് ബാലു നൃത്തം ചെയ്തു. എന്നിട്ടോ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. പിന്നെ എന്നിട്ടോന്ന് ഇനി ആരാണ്? ജോബിനും ജോയിലും റെഡിയാണോ? ദേവർഷിക്ക് റെഡി ഇതായ നമ്മള് അത് പറയാൻ ഫസ്റ്റ് റെഡിയായി വന്ന ആൾക്കോട് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഓക്കെ റെഡിയായി, പറഞ്ഞോ. ഇല്ലേ, കഥ പറയുന്നില്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. 1 മിനിറ്റേ ഉള്ളൂ ഇനി. ഓക്കെ, ജോയിനും ജോബിനും എന്താ പറയുന്നേ? പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ കഥ പറഞ്ഞില്ല എന്ന് പറഞ്ഞിന് വീട്ടിൽ നിന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എന്നാ ബൈ പറയാണ്. ബൈ ബൈ, സീ യു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഹോംവർക്ക് ഒക്കെ ചെയ്യാം മടി കൂടാതെ. കാരണം അടുത്ത എക്സാം നമുക്ക് റിട്ടേൺ ആണെന്ന് ഓർക്കുക. എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എക്സാമിന്. അത് ഓർത്തിട്ട് വേണം ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ. ഓക്കെ, ബൈ, സീ യു.